നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് രാത്രികാലം നല്ലവനായിരുന്നു. ഈ പ്രഭാതത്തിൽ നമ്മെ എഴുന്നേൽപ്പിക്കാനും കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാനും നമുക്ക് അവസരം തരുവാനും പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് നമുക്ക് ഒരു വചനഭാഗം വായിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം മുതലുള്ള വാക്യങ്ങൾ. 3-ാം നാൾ ഗലീലയിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശുവോട്, എനിക്കും തമ്മിൽ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരില്ലാതെ വിരുന്നുവാഴി അറിഞ്ഞു. തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും എളുപ്പമായി കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുല്ലോ എന്ന് അവനോട് പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം, കർത്താവായ യേശു ഈ ലോകത്തിൽ തന്റെ ഐഹിക ജീവിതകാലത്ത് ചെയ്ത ആദ്യത്തെ അത്ഭുതമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണ വിരുന്നിൽ യേശു സംബന്ധിക്കുന്ന ഭാഗമാണ് നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത്. ആ നാട്ടിലെ ചട്ടമനുസരിച്ച് വിരുന്നുകാർക്ക് വീഞ്ഞ് വിളമ്പുന്ന അനുഭവമുണ്ട്. എന്നാൽ വീഞ്ഞ് വിളമ്പുന്നതിന്റെ ഇടയ്ക്ക് വീഞ്ഞ് തീർന്നുപോയി. ഒരു വിവാഹത്തിന് വീഞ്ഞ് തീർന്നു പോകുക എന്ന് പറയുന്നത് അവിടെ ഭക്ഷണം തീർന്നു പോകുന്നതിന് തുല്യമാണ്. അങ്ങനെ അവർ വളരെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ വിഷയം വന്ന് യേശുവിന്റെ അമ്മയായ മറിയയോട് പറഞ്ഞു. മറിയ ഈ വിവരം യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുന്ന ഭാഗമാണ് നാം കേട്ടത്. അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് ഒരു പരാതിയെ പോലെ അമ്മ മറിയ മകനായ യേശുവിനോട് പറഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് ബാല്യക്കാരോട് ഇപ്രകാരം പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യും, അവൻ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതുപോലെ ചെയ്യും. അമ്മ മറിയ അവരോട് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ ആ കൽപാത്രത്തിൽ വെള്ളം നിറപ്പീൻ എന്ന് കൽപ്പിച്ചു. അവർ വക്കോളം നിറച്ചു. വലിയ പാത്രമാണ്. വക്കോളം നിറച്ചു. നിറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഇനി ഇത് കോരിക്കൊണ്ടുപോയി വിരുന്നുകാർക്ക് കൊടുപ്പീൻ. അങ്ങനെ ആ കൽപാത്രത്തിൽ നിറച്ച വെള്ളം അവർ പാത്രത്തിൽ കോരി കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് ആദ്യം കൊടുത്തു. എല്ലാ വിരുന്നിനും ഒരു വിരുന്നുവാഴി അവരുടെ നാട്ടിൽ പതിവുണ്ട്. അവർക്ക് ഏറ്റവും ആദ്യം വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി ഈ വീഞ്ഞ് കൊടുത്തപ്പോൾ ആ വീഞ്ഞ് രുചിച്ചു നോക്കിയതിന് ശേഷം വിരുന്നുവാഴി പറഞ്ഞു, എല്ലാവരും
ഏറ്റവും ആദ്യം നല്ല വീഞ്ഞ് കൊടുത്തതിന് ശേഷം, ലഹരി പിടിച്ചതിന് ശേഷം അല്പം എളുപ്പമായത് കൊടുക്കാറുണ്ട്. നീ ഇതുവരെയും ഇത്ര നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറഞ്ഞു. കാരണം അത്ര മേത്തരമായ ഒരു വീഞ്ഞായിരുന്നു അവിടെ യേശുവിന്റെ വാക്കിൽ ഉളവായി തരുന്നത്. എന്താണ് ഇതിന്റെ കാരണം? ഇതിന്റെ മുഖ്യമായ വാക്ക് എന്ന് നമ്മൾ ഓർക്കേണ്ടത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യും. കൽപ്പിക്കാതെ യേശുവിനെ കൊണ്ട് കൽപ്പിച്ചതിന്റെ കാരണം എന്താ? ഇതാണെന്ന് നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ പ്രാർത്ഥനയുടെ ചിന്താവിഷയം. അമ്മ അത് പറയാതെ യേശുവിനെ കൊണ്ട് അത് പറയിച്ചത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മൾ 103-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ വായിക്കുന്നത്. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ യഹോവയെ സ്തുതിക്കും. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട്, അതായത് ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരുണ്ട്. ആ ദൂതന്മാർ ഈ ശബ്ദം കേട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ കൂടുനിന്ന വേലക്കാരും മനുഷ്യരും മാത്രമല്ല ആ ശബ്ദം കേട്ടത്. മറിയ കൽപ്പിച്ചാൽ അത് കേൾക്കാൻ അവിടെയുള്ള മനുഷ്യർ മാത്രമേ ഉള്ളൂ. എന്നാൽ യേശു കൽപ്പിച്ചാൽ കേൾക്കാനുള്ളത് നമ്മൾ ഈ ഭൗതിക മണ്ഡലത്തിലുള്ള, ഈ ഭൗമിക സാഹചര്യത്തിലുള്ള മനുഷ്യർ മാത്രമല്ല, പിന്നെയോ ആത്മീക മണ്ഡലത്തിലുള്ള മനുഷ്യരും ഉള്ള ദൂതന്മാരും ആ ശബ്ദം കേൾക്കും. അവരാണ് പ്രവർത്തിക്കേണ്ടത്, അവരാണ് പ്രവർത്തിക്കുന്നത്. അവർ പ്രവർത്തിച്ചപ്പോൾ കാര്യം സാധ്യമായി. നാം സംസാരിക്കുന്നുവെങ്കിൽ നമ്മുടെ വാക്ക് ഈ ഭൗമിക മണ്ഡലത്തിൽ മാത്രം മുഴങ്ങും. എന്നാൽ യേശു സംസാരിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം ഈ ലോകത്തിൽ മാത്രമല്ല, ആത്മീക മണ്ഡലങ്ങളിലും അത് മുഴങ്ങും. സ്വർഗത്തിൽ വരെ ആ ശബ്ദത്തിന് മുഴക്കമുണ്ടാകും. അവൻ കൽപ്പിക്കുന്ന കൽപ്പന അപ്പോൾ തന്നെ നിവർത്തിക്കാൻ ദൂതന്മാർ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ആ കാര്യത്തിന് നീക്കുവെപ്പുണ്ടായി ഏറ്റവും മേത്തരമായി വീഞ്ഞ് അവിടെ വെള്ളത്തിൽ നിന്ന് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ വചനം നമുക്ക് ഈ പ്രഭാതത്തിൽ തരുന്ന ദൂത് ഇപ്രകാരമാണ്. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് എത്രമാത്രം പ്രയാസമുണ്ട് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. കാരണം അത് എത്ര പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും അത് നിവർത്തിച്ചു തരുവാൻ ദൂതന്മാർ ആ വാക്ക് കേട്ടിട്ടുണ്ട്. മനുഷ്യർ പറയുന്നത് പോലെയല്ല, സാധാരണ മനുഷ്യർ പറയുന്ന പോലെയല്ല യേശു പറയുന്നത്. യേശു പറഞ്ഞ വാക്ക് അപ്പോൾ തന്നെ ദൂതന്മാർ കേട്ടിട്ടുണ്ട്. അത് നിവർത്തിക്കുവാൻ അവർ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇത് തന്നെയാണ് പത്രോസ് രാത്രി മുഴുവനും മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എന്നാൽ ഈ പാദത്തിൽ കടലരികെ നിൽക്കുന്നത് കണ്ടു. പത്രോസിനോട് വല കഴുകുന്ന പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞു, നീ പടകിന്റെ വലത്തുഭാഗത്തേക്ക് നീക്കി ഇറക്കുക എന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വിലയിറക്കാം. ഇതുപോലെ തന്നെ സംഭവിച്ചു. വലയിറക്കി പെരുത്ത മീൻകൂട്ടം പിടിക്കുവാൻ ഇടയായി തീർന്നു. എങ്ങനെ സംഭവിച്ചു? യേശു വലയിറക്കാൻ പറഞ്ഞത് പത്രോസ് മാത്രമല്ല കേട്ടത്, കൂടെ നിന്നവർ മാത്രമല്ല കേട്ടത്, ആത്മീക മണ്ഡലത്തിലുള്ള ദൂതന്മാർ കേൾക്കുവാൻ ഇടയായി തീർന്നു. അവർ കാര്യം സാധിപ്പിച്ചു. മനുഷ്യന് പറയുന്ന ശബ്ദങ്ങളും മനുഷ്യന്റെ കൽപ്പനകളും ലോകത്തിൽ മാത്രം ശബ്ദമായിട്ട് ഒതുങ്ങിയില്ലാതെ പോകുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം, ഏതൊരു ശബ്ദം ഇതാ ഈ ഭൗമിക മണ്ഡലത്തിൽ മാത്രമല്ല ആത്മീക മണ്ഡലം മുഴുവനും മുഴങ്ങും. അതനുസരിക്കാൻ തയ്യാറായി ദൂതന്മാർ നിൽക്കുന്നു. അതുകൊണ്ട് യേശുവിന്റെ ശബ്ദത്തിന് നമുക്ക് ചെവി കൊടുക്കാം. യേശു ശബ്ദിക്കാൻ നമുക്ക് യേശുവോട് അപേക്ഷിക്കാം. കർത്താവേ, നീ കൽപ്പിക്കണമേ, പറയണമേ, യേശു വാക്ക് അയക്കണമേ, ഞാൻ അനുസരിക്കാൻ തയ്യാറാകുന്നു.
കാരണം മനുഷ്യന്റെ വാക്കുകൾ, ഈ ലോകത്തിലുള്ള മനുഷ്യന്റെ വാക്കുകളൊക്കെ ലോകത്തിൽ തന്നെ അസ്തമിച്ചു പോകുമ്പോൾ ഇതാ നിന്റെ വാക്കുകൾ ഇവിടെ മാത്രമല്ല ആത്മീയ മണ്ഡലം മുഴുവനും മുഴങ്ങും. അത് ശ്രദ്ധിച്ച് അനുസരിക്കാൻ വേണ്ടി ദൂതവൃന്ദം ആത്മീയ മണ്ഡലം മുഴുവനും തയ്യാറായി നിൽക്കുന്നു. ദൈവമേ, ഒരു വാക്ക് നീ കൽപ്പിക്കണമേ. എനിക്ക് വേണ്ടി കർത്താവെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇന്ന് എന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം അത്ര വലുതായിരിക്കും. ആർക്കും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും സാധിക്കാത്ത തരത്തിലുള്ള മാറ്റം ഇന്ന് കഴിവുള്ള ഒരു കൽപ്പന, ഒരു ശബ്ദം, ഒരു വാക്ക് എന്റെ ദൈവമേ നീ അയക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് നമുക്ക് ഈ പ്രഭാതം, ഈ ദിവസം ആരംഭിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കർത്താവ് ഒരു പ്രഭാതം തന്നു. കർത്താവെ, രാവിലെ തോറും കർത്താവിന്റെ ദയ പുതിയതാകുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവെ ദൈവമേ, മനുഷ്യന്റെ കൽപ്പനകളൊക്കെയും ഒരു ശബ്ദമായി മാത്രം ഈ ലോകത്തിൽ മുഴങ്ങി അത് അവസാനിച്ചു പോകുന്നു. എന്നാൽ കർത്താവിന്റെ ശബ്ദം, കർത്താവിന്റെ വാക്ക് മുഴങ്ങുന്നത് ഞങ്ങൾ ജീവിക്കുന്ന ലോകത്തിൽ, ഈ ലോകത്തിൽ മാത്രമല്ല, പിന്നെയോ ആത്മീയ മണ്ഡലം മുഴുവനും മുഴങ്ങുന്നു. അതുകൊണ്ട് കർത്താവെ, ഇന്ന് കർത്താവിന്റെ വാക്കോടുകൂടി ഞങ്ങൾ ഈ ജീവിതം ആരംഭിക്കാൻ, ഇന്ന് ഈ പ്രഭാതം ആരംഭിക്കാൻ, ഈ ദിവസം ആരംഭിക്കാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ തരണമേ. ദൈവമേ, ഞങ്ങൾ ഹൃദയത്തോട് സ്വാധിക്കണം, ഞങ്ങൾ ഹൃദയത്തോട് സംവാദിക്കണം, ഞങ്ങൾക്ക് വേണ്ടി വചനം അയക്കണം, ഞങ്ങൾക്ക് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കണം. കർത്താവിന്റെ കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വചനം ഞങ്ങൾ കേൾക്കട്ടെ, ഞങ്ങൾ പ്രാപിക്കട്ടെ, ഞങ്ങൾ അനുസരിക്കട്ടെ. അതിനാൽ ഞങ്ങൾ പ്രാപിക്കാൻ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന അപ്പുറത്തായിട്ടുള്ള ആ ശ്രേഷ്ഠമാർ അത് പ്രാപിച്ച് ഞങ്ങൾ ധന്യരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണം. നമുക്ക് ഉൾപ്പെടാകട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കാൻ സ്തോത്രം. ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകണം. നല്ലൊരു ദിവസമാക്കുന്ന ദിവസത്തെ കർത്താവ് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഉൾപ്പെടാകട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ചിരിക്കാൻ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. പാദം കുമ്പിടുന്നേ. അമേവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.